വെൽക്കം ബാക്ക്. കഴിഞ്ഞ 3 മോഡ്യൂളുകളിലായി നമ്മൾ പഠിച്ചത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ടോപ്പിക്കുകളായിരുന്നു. ലാസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോണിക് കമ്പോണൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു ഇലക്ട്രോണിക് കമ്പോണൻ്റ് എന്ന് പറയുന്നത് സാധാരണ നമുക്കറിയാം, നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന മൊബൈലുകളിലുള്ളിൽ തന്നെ ഒരു ബോർഡാണുള്ളത്. ആ ബോർഡിൽ തന്നെ വിവിധ തരം ഇലക്ട്രോണിക് കമ്പോണൻറ്റുകൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. ഇത് ഒരു സർക്യൂട്ട് രൂപത്തിലാവുമ്പോൾ ആ സർക്യൂട്ടിൽ കൂടെ പവർ അല്ലെങ്കിൽ എനർജി സപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ മൊബൈലിൻ്റെ കേസിലാണെങ്കിൽ ബാറ്ററി വോൾട്ടേജ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നു. ഇവിടെ ഇലക്ട്രിക്കൽ കമ്പോണൻസുമായി അപേക്ഷിച്ച് ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്യുവർ ഇലക്ട്രോണിക്സ് ആണ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന പല ആപ്ലിക്കേഷൻസിലും ഉള്ളത്. ഈ മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻ്റ് ഇലക്ട്രോണിക് കമ്പോണൻസ്, അതുപോലെ ഡയോഡുകൾ, ട്രാൻസിസ്റ്ററുകൾ, റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ് മുതലായ ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളുടെ കുറിച്ചാണ്. ഇതിൽ ആദ്യമായി പഠിക്കേണ്ടത് ഇലക്ട്രോണിക് കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലാണുള്ളത്, 2 ടൈപ്സ് ആണുള്ളത്: ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ്. Electronic components have a number of electrical terminals or LEDs. These LEDs connect to other electrical components, often over wire, to create an electronic circuit with a particular function. Components can be classified as passive and active. ആക്റ്റീവ് കമ്പോണൻസ് എന്ന് പറയുന്നത്, ആക്റ്റീവ് കമ്പോണൻസ് സാധാരണയായി ഒരു DC സർക്യൂട്ടിൽ നിന്ന് എനർജി എടുത്തുകൊണ്ട് ആ എനർജി ഒരു സർക്യൂട്ടിലേക്ക് ഇൻജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോർമലി ആംപ്ലിഫയിങ് ടൈപ്പ് സർക്യൂട്ടിൽ, ആംപ്ലിഫയിങ് എന്ന് പറയുന്നത് ഒരു സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുന്നതാണ് ആംപ്ലിഫയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെയുള്ള സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസ് ആണ് ആക്റ്റീവ് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ട്രാൻസിസ്റ്ററുകൾ, ട്രയോഡ് വാക്യൂം ട്യൂബുകൾ, ടണൽ ഡയോഡുകൾ, ഇവയെല്ലാം ആക്റ്റീവ് കമ്പോണൻസ് ആണ്. പാസീവ് കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എനർജിയെ ഈ പാസീവ് കമ്പോണൻസിന് എനർജിയെ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല, അതിൽ കൂടി കടത്തിവിടാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു AC സർക്യൂട്ടിൽ നിന്ന് എടുക്കുന്ന എനർജി ആംപ്ലിഫയിങ് ആവശ്യത്തിനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാൻ കഴിയുകയില്ല. പാസീവ് കമ്പോണൻസ് എന്ന് പറയുന്നത് സാധാരണ 2 ടെർമിനൽ കമ്പോണൻറ്റുകളായിരിക്കും. ഉദാഹരണത്തിന് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സ്, ട്രാൻസ്ഫോമർ, ഇവയെല്ലാം പാസീവ് കമ്പോണൻസ് ആണ്. ആക്റ്റീവ് കമ്പോണൻസിൽ വരുന്നത് ട്രാൻസിസ്റ്റേഴ്സ്, ഡയോഡ്സ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ IC, ഡിസ്പ്ലേ ടെക്നോളജീസ്, നമുക്കറിയാം LED ഡിസ്പ്ലേ, LCD ഡിസ്പ്ലേ, അതുപോലെ വാക്യൂം ട്യൂബ്സ്, ഡിസ്ചാർജ് ഡിവൈസസ് ആൻഡ് പവർ സോഴ്സസ്. ഇത്രയും കാര്യങ്ങളാണ് ആക്റ്റീവ് കമ്പോണൻസ് അല്ലെങ്കിൽ ആക്റ്റീവ് ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളിൽ വരുന്നത്. പാസീവ് കമ്പോണൻറ്റുകൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ വരുന്നത് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സ്, ട്രാൻസ്ഡ്യൂസേഴ്സ്, സെൻസേഴ്സ്,
ഡിറ്റക്ടേഴ്സ് എന്നിവയാണ്. അതിലെ ആദ്യത്തെ കമ്പോണൻ്റായ റെസിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റർ ഉപയോഗിക്കുന്നത് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനാണ്. ഒരു സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന് എതിർദിശയിൽ അല്ലെങ്കിൽ കറണ്ടിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി ഒരു റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് റെസിസ്റ്റർ എന്ന കമ്പോണൻ്റ് ചെയ്യുന്നത്. എ റെസിസ്റ്റർ ഈസ് എ പാസീവ് കമ്പോണൻ്റ് ഇൻ എ സർക്യൂട്ട് which provides resistance to the flow of current. There are many different types of resistors. വിവിധ തരം റെസിസ്റ്ററുകൾ നമ്മൾ സാധാരണ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ, തെർമിസ്റ്റർ, വയർ വൗണ്ട് റെസിസ്റ്റർ, മെറ്റൽ ഫിലിം റെസിസ്റ്റർ, കാർബൺ ഫിലിം റെസിസ്റ്റർ, വേരിയബിൾ റെസിസ്റ്റർ, വാരിസ്റ്റർ ആൻഡ് ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. ഇവയെല്ലാമാണ് സാധാരണയായി നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന റെസിസ്റ്ററുകൾ എന്ന് പറയുന്നത്. റെസിസ്റ്റർ അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. ഇതിലെ ആദ്യ ടൈപ്പ് എന്ന് പറയുന്നത് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ. ഈ ഒരു ടൈപ്പ് റെസിസ്റ്റർ ആണ് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത്. എ കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ is a very commonly used resistor. These resistors are low cost and easy to construct. Carbon resistors are mainly made of carbon clay composition covered with a plastic case. The lead of the resistor is made of tinned copper. സാധാരണയായി കാർബൺ ക്ലേ കോമ്പോസിഷൻ ആണ് ഈ ഒരു റെസിസ്റ്ററിനുള്ളത്. കാർബൺ ക്ലേയിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനു മുകളിലായി ഒരു പ്ലാസ്റ്റിക് കേസിങ്ങും കൊടുക്കുന്നു. ഇതിൻ്റെ ലെഡുകൾ എന്ന് പറയുന്നത് കോപ്പറാണ്. ടിൻഡ് കോപ്പർ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ലെഡുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. The main advantage of these resistors are that they are readily available, low cost and they are very durable. ഈ ഒരു ടൈപ്പ് റെസിസ്റ്റർ എന്ന് പറയുന്നത് 1 ഓം മുതൽ 22 മെഗാ ഓം വരെ റേഞ്ചിലുള്ള റെസിസ്റ്റൻസുകൾ പ്രൊവൈഡ് ചെയ്യാൻ ഈ ഒരു ടൈപ്പ് റെസിസ്റ്റേഴ്സിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും കോമൺലി യൂസ്ഡ് റെസിസ്റ്റൻസ് ആണ് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് മുകളിലായി പല നിറങ്ങളിലുള്ള ബാൻഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ സിലിണ്ട്രിക്കൽ ബോഡിക്ക് മുകളിലായി പല നിറങ്ങളിലുള്ള ബാൻഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ കളർ ബാൻഡുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കോഡിംഗ് ആണ്. ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു കോഡിംഗ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ കളർ കോഡിംഗ് ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന് പറയും. ഈ ഒരു ടൈപ്പ് റെസിസ്റ്ററുകളുടെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദേ ആർ വെരി ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്. അവ ടെമ്പറേച്ചറിനനുസരിച്ച് വളരെ സെൻസിറ്റീവായ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻസിൽ ഈ ഒരു ടൈപ്പ് റെസിസ്റ്റർ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. സെക്കൻഡ് ടൈപ്പ് ഓഫ് റെസിസ്റ്റർ തെർമിസ്റ്റർ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തെർമിസ്റ്റർ എന്ന് പറയുന്നത് തെർമൽ റെസിസ്റ്റർ ആണ്. അതായത് ഒരു സർക്യൂട്ടിലെ ടെമ്പറേച്ചറിനനുസരിച്ച് റെസിസ്റ്റൻസിൽ ചേഞ്ച് വരുന്നതാണ്. റെസിസ്റ്റൻസ് വാല്യൂവിൽ ചേഞ്ച് വരുന്നതിനെയാണ് തെർമിസ്റ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണയായി തെർമിസ്റ്ററുകൾക്ക് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണുള്ളത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പ് റെസിസ്റ്ററുകളുടെ
റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഈ ഒരു ടൈപ്പ് റെസിസ്റ്ററുകളുടെ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായി തെർമൽ സെൻസിങ് ഡിവൈസസുകളിൽ ഉപയോഗിക്കുന്ന റെസിസ്റ്റൻസ് ആണ്. തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് വയർ വൂണ്ട് റെസിസ്റ്റർ ആണ്. ഇൻ വയർ വൂണ്ട് റെസിസ്റ്റർ, എ വയർ ഓഫ് മാഗ്നനിൻ ഓർ കോൺസ്റ്റൻറ്റൻ ഈസ് വൗണ്ട് അറൗണ്ട് എ സിലിണ്ടർ ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. The temperature coefficient of resistance of magnenin and constantan is almost zero, so resistance variation with temperature of these resistors is negligible. The wounded wire is covered with an insulating cover such as baked enamel. വയർ വൗണ്ട് റെസിസ്റ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാഗ്നനിൻ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റൻ എന്ന് പറയുന്ന എലമെൻറ്റുകൾ ഉപയോഗിച്ചാണ് ഇതിലെ വയർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ വയർ എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന് മുകളിൽ വൗണ്ട് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ വൗണ്ട് ചെയ്യപ്പെടുന്ന വയർ അതിന് മുകളിലായി ഒരു ഇൻസുലേറ്റിംഗ് കവർ കൂടി കൊടുക്കുന്നു. ഇത് സാധാരണയായി ബേക്ക്ഡ് ഇനാമലാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ടൈപ്പ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 1 ഓം മുതൽ 1 മെഗാ ഓം വരെ റേഞ്ച് ഉള്ള റെസിസ്റ്റൻസുകളെയാണ് സാധാരണ വയർ വൗണ്ട് റെസിസ്റ്ററുകൾ. അതുപോലെ തന്നെ ഹൈ പവർ ആപ്ലിക്കേഷൻസുകളിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലും ആയിരിക്കും. സാധാരണയായി ഒരു കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്ററുകൾ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലാണ് ഒരു വയർ വൗണ്ട് റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് കോയിൽ രീതിയിലാണ് വൗണ്ട് ചെയ്തിരിക്കുന്നത്. അത് കാരണം തന്നെ സർക്യൂട്ടിൽ ഇൻഡക്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇൻഡക്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസുകളിൽ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. ഇതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റെസിസ്റ്റർ മെറ്റൽ ഫിലിം റെസിസ്റ്റർ, കാർബൺ ഫിലിം റെസിസ്റ്റർ. Metal film resistor is constructed by means of deposition a thin film of conductive material such as pure carbon or metal into an insulating core. ഒരു ഇൻസുലേറ്റിംഗ് കോറിന് മുകളിലായി ഒരു കണ്ടക്റ്റീവ് മെറ്റീരിയലിൻ്റെ ഒരു ഫിലിം ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് ആ ചെയ്യുന്ന വഴിയിലൂടെയാണ് സാധാരണ ഒരു മെറ്റൽ ഫിലിം അല്ലെങ്കിൽ കാർബൺ ഫിലിം റെസിസ്റ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടൈപ്പ് റെസിസ്റ്ററിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റൻസ് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ടൈപ്പ് റെസിസ്റ്ററാണ് മെറ്റൽ ഫിലിം അല്ലെങ്കിൽ കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സ്. Metal film resistor can be made up to a value of 10,000 mega ohm, and size of this type of resistor is much smaller than a wire wound resistor. ഈ പറഞ്ഞതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇവ നോൺ ഇൻഡക്റ്റീവും ആയിരിക്കും. അതുപോലെ തന്നെ ആക്യുറസി ലെവൽ എന്ന് പറയുന്നത് ±1% ആയിരിക്കും. അത് ഹൈ ഗ്രേഡ് ആപ്ലിക്കേഷൻസുകളിൽ ഉപയോഗിക്കാൻ വേണ്ടി അനുയോജ്യമാണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റെസിസ്റ്റർ വേരിയബിൾ റെസിസ്റ്റർ. എ വേരിയബിൾ റെസിസ്റ്റർ മീൻസ് ഇറ്റ്സ് റെസിസ്റ്റൻസ് വാല്യൂ ക്യാൻ ബി അഡ്ജസ്റ്റഡ്. നമുക്കറിയാം, നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന സീലിംഗ് ഫാൻ അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് ഒരു വേരിയബിൾ റെസിസ്റ്ററാണ്. അതായത് ആ ഫാനിലേക്ക് കടന്നു പോകുന്ന കറണ്ടിനെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മളൊരു വേരിയബിൾ റെസിസ്റ്റർ അവിടെ ഉപയോഗിക്കുന്നു. ഇത് ഒരു പൊട്ടൻഷ്യോമീറ്ററിന് സിമിലർ ആണ്. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് വേരിയബിൾ റെസിസ്റ്റർ
ഉണ്ടാക്കിയെടുക്കുന്നത്. വേരിയബിൾ റെസിസ്റ്റർ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഒരു ഇലക്ട്രിക്കൽ കമ്പോണൻറ്റിൽ നിന്ന് തന്നെ പലതരം ഔട്ട്പുട്ടുകൾ ലഭ്യമാക്കാൻ കഴിയും. ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഒരു വേരിയബിൾ റെസിസ്റ്റർ അല്ലെങ്കിൽ റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു റെസിസ്റ്റീവ് എലമെൻറ്റ് നമ്മൾ സാധാരണയായി മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ റെസിസ്റ്റീവ് എലമെൻറ്റ് ചേഞ്ചിൻ്റെ ലെങ്ത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് റെസിസ്റ്റൻസിൽ ചേഞ്ച് വരുന്നത്. നോൺ ലീനിയർ റെസിസ്റ്റർ ഓർ വാരിസ്റ്റർ. നേരത്തെ പറഞ്ഞ വേരിയബിൾ റെസിസ്റ്ററുകളിൽ ആ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ലീനിയറായ രീതിയിലാണ് കറണ്ടും ചേഞ്ച് ചെയ്തിരുന്നത്. എന്നാൽ വാരിസ്റ്റർ എന്ന ടൈപ്പ് ഓഫ് റെസിസ്റ്ററിൽ അല്ലെങ്കിൽ നോൺ ലീനിയർ റെസിസ്റ്ററിൽ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒരു നോൺ ലീനിയർ ഫോമിലാണ് കറണ്ട് വേരി ചെയ്യുന്നത്. അതായത് റെസിസ്റ്റർ ഒരേ രീതിയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും കറണ്ട് ചേഞ്ച് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. അതിനെയാണ് നോൺ ലീനിയർ എന്ന് പറയുന്നത്. ഈ ഒരു ടൈപ്പ് റെസിസ്റ്റർ ഓംസ് ലോ ഒബേ ചെയ്യുന്ന ടൈപ്പ് റെസിസ്റ്റർ അല്ല. അത് കാരണം കൊണ്ട് തന്നെ സിലിക്കൺ കാർബൈഡ്, സിങ്ക് ഓക്സൈഡ് മുതലായ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് വാരിസ്റ്റർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റെസിസ്റ്റർ ഈസ് ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. Light dependent or LDR will vary resistance depending on the intensity of light falling on it. ഈ റെസിസ്റ്ററിന് മുകളിലായി വീഴുന്ന ലൈറ്റ് റേക്കനുസരിച്ച് ആണ് ഇതിലെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നത്. ഇവ കാഡ്മിയം സൾഫൈഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് when a light ray falls on it, electrons get ejected and hence the conductivity of it increases. ലൈറ്റ് ഈ ഒരു റെസിസ്റ്ററിൽ വന്ന് വീഴുന്നതിനനുസരിച്ച് അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂടുന്നു, അതായത് റെസിസ്റ്റൻസ് കുറയുന്നു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കമ്പോണൻ്റ് എന്ന് പറയുന്നതാണ് കപ്പാസിറ്റർ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് റെസിസ്റ്റേഴ്സ്, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് ആയിരുന്നു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കമ്പോണൻ്റ് ആണ് കപ്പാസിറ്റേഴ്സ്. സാധാരണയായി കപ്പാസിറ്ററുകൾ യൂസ് ചെയ്യുന്നത് സിഗ്നലിനെ കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവ ആവശ്യമായി വരുന്നത് ആംപ്ലിഫയർ, ഇലക്ട്രിക് ഫിൽട്ടേഴ്സ്, ട്യൂൺഡ് സർക്യൂട്ട്സ് തുടങ്ങിയ ആപ്ലിക്കേഷനിലാണ്. ഇവയ്ക്കെല്ലാം ആവശ്യമായത് റെക്ടിഫൈഡ് കറണ്ടാണ്. അതുകൊണ്ട് തന്നെ കപ്പാസിറ്ററുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസിലാണ്. ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു പോസിറ്റീവ് പ്ലേറ്റും അതുപോലെ ഒരു നെഗറ്റീവ് പ്ലേറ്റും ഉണ്ടാവും. ഇതിന് ഇൻ ബിറ്റ്വീനായി ഒരു ഡൈ ഇലക്ട്രിക് മീഡിയവും ഉണ്ടായിരിക്കും. ഇതിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് വഴിയാണ് കപ്പാസിറ്റർ കണ്ടക്ട് ചെയ്യുന്നത്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫാരഡ് ആണ്. FARAD, ഫാരഡ്. ഫാരഡ് ആണ് കപ്പാസിറ്ററിൻ്റെ യൂണിറ്റ്. ഫിക്സഡ് കപ്പാസിറ്റർ ടൈപ്സ്. ഫിക്സഡ് കപ്പാസിറ്റർ ടൈപ്പിൽ വരുന്നത് സെറാമിക് കപ്പാസിറ്റർ, ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ, പ്ലാസ്റ്റിക് ഫിലിം കപ്പാസിറ്റർ, ടെൻഡലം കപ്പാസിറ്റർ, സിൽവർ മൈക്ക കപ്പാസിറ്റർ, സൂപ്പർ കപ്പാസിറ്റർ മുതലായ ടൈപ്പുകളാണ് ഫിക്സഡ് കപ്പാസിറ്റർ ടൈപ്പുകളിൽ വരുന്നത്. അതിൽ ആദ്യത്തേത് സെറാമിക് കപ്പാസിറ്റർ. പേരിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ഒരു സെറാമിക് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് സെറാമിക് കപ്പാസിറ്റർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതിന് സെറാമിക് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് കാരണം
പല അഡ്വാൻറ്റേജുകളും ഇതിന് ഉണ്ടായിരിക്കും. ലോ ലോസ് ഫാക്ടർ, റീസണബിൾ ലെവൽ ഓഫ് സ്റ്റെബിലിറ്റി തുടങ്ങിയ അഡ്വാൻറ്റേജുകൾ സെറാമിക് കപ്പാസിറ്ററിന് ഉണ്ടായിരിക്കും. പക്ഷേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെറാമിക് ഡൈ ഇലക്ട്രിക്കുകൾക്ക് ഹൈ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് പിക്കോ ഫാരഡ് മുതൽ 0.1 മൈക്രോ ഫാരഡ് വരെയാണ്. അതായത് കുറഞ്ഞ കപ്പാസിറ്റൻസ് റേഞ്ചിൽ മാത്രമേ സെറാമിക് കപ്പാസിറ്ററുകൾ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. For leaded components, disc ceramic capacitors are widely used. This type of ceramic capacitor is extensively used for applications like decoupling and coupling. Next type ആണ് electrolytic capacitor. This type of capacitor is the most popular leaded type of for values greater than 1 microfarad, having the one of the highest levels of capacitance for a given volume. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകളാണ് സാധാരണ ഒരു ചെറിയ വോളിയത്തിൽ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇവ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് 2 അലുമിനിയം ഫോയിൽ ഫിലിമുകൾക്കിടയിൽ ഒരു ഇലക്ട്രോലൈറ്റ് സോക്ക്ഡ് പേപ്പർ ഷീറ്റ് ഉപയോഗിച്ചാണ് ഇവ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. 2 അലുമിനിയം ഫോയിൽ ഫിലിമുകൾക്ക് നടുവിലായി ഒരു ഇലക്ട്രോലൈറ്റ് സോക്ക്ഡ് പേപ്പർ ഷീറ്റ് പ്ലേസ് ചെയ്തു വെച്ചിട്ടാണ് ഇവ നിർമ്മിക്കുന്നത്. ഈ ഒരു അസംബ്ലി ഒരു ക്യാനിനുള്ളിലായി പ്ലേസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകളുടെ ഫോം എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് ആർ പോളറൈസ്ഡ്, ദാറ്റ് ഈസ് ദേ ക്യാൻ ഓൺലി ബി പ്ലേസ്ഡ് വൺ വേ റൗണ്ട് സർക്യൂട്ട്. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്ന് പറയുന്നത് പോളറൈസ്ഡ് ആണ്, അതായത് അതിൻ്റെ ടെർമിനൽസ് എന്ന് പറയുന്നത് മാറ്റി കൊടുക്കാൻ കഴിയാത്ത ടെർമിനലുകളാണ്. അത് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എക്സ്പ്ലോഡ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. നെക്സ്റ്റ് ടൈപ്പാണ് പ്ലാസ്റ്റിക് ഫിലിം കപ്പാസിറ്റർ. Plastic film capacitors can use a variety of dielectrics. Polycarbonate, polyester and polystyrene are some of the most common dielectrics used. ഇവിടെ പ്ലാസ്റ്റിക് ഫിലിം കപ്പാസിറ്ററുകളിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ഡൈ ഇലക്ട്രിക്കുകൾ എന്ന് പറയുന്നത് പോളികാർബണേറ്റ്, പോളിസ്റ്റർ, പോളിസ്റ്റൈറിൻ മുതലായ മെറ്റീരിയൽസ് ആണ്. ഇവ ഉപയോഗിക്കുന്നത് ഈ കപ്പാസിറ്ററുകളുടെ റേഞ്ച് എന്ന് പറയുന്നത് സെവറൽ പിക്കോ ഫാരഡിൽ തുടങ്ങി ഫ്യൂ മൈക്രോ ഫാരഡ് വരെയാണ്. നെക്സ്റ്റ് ടൈപ്പാണ് ടാൻഡലം കപ്പാസിറ്റർ. വളരെ ചെറിയ രീതിയിലുള്ള ആപ്ലിക്കേഷൻസുകളിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് കപ്പാസിറ്ററാണ് ടാൻഡലം കപ്പാസിറ്റർ. ഈ ടൈപ്പ് ഓഫ് കപ്പാസിറ്ററുകൾക്ക് സൈസ് വളരെ കുറവായിരിക്കും. അത് കാരണം കൊണ്ട് തന്നെ ഇവ വളരെ ചെറിയ ആപ്ലിക്കേഷൻസുകളിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വോൾട്ടേജ് പരിധിക്കപ്പുറം ഈ ഒരു കപ്പാസിറ്ററുകൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. നോർമലി 35 വോൾട്ട് വരെയാണ് മാക്സിമം വോൾട്ടേജ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. സിൽവർ മൈക്ക കപ്പാസിറ്റർ. സിൽവർ മൈക്ക capacitors are manufactured by plating silver electrodes directly on the mica film dielectric. ഇവിടെ ഉപയോഗിക്കുന്ന ഡൈ ഇലക്ട്രിക് എന്ന് പറയുന്നത് മൈക്ക ഫിലിമാണ്, മൈക്ക എന്ന മെറ്റീരിയലാണ്. ഇവയ്ക്ക് മുകളിലായി സിൽവർ പ്ലേറ്റ് ചെയ്തു വെച്ചിട്ടാണ് സിൽവർ മൈക്ക കപ്പാസിറ്ററുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. കപ്പാസിറ്റർ വാല്യൂ അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് വാല്യൂ
വേണ്ട രീതിയിൽ കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെ പല ലെയറുകൾ ഉണ്ടാക്കിയെടുക്കുന്നു. The values of silver mica capacitors range in value from a few picofarads up to 2 or 3000 picofarad. പിക്കോഫാരഡുകളിലുള്ള റേഞ്ചിലുള്ള കപ്പാസിറ്റൻസ് മാത്രമേ ഈ ഒരു ടൈപ്പ് കപ്പാസിറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. നെക്സ്റ്റ് ടൈപ്പാണ് സൂപ്പർ കപ്പാസിറ്റർ. സൂപ്പർ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഹൈ കപ്പാസിറ്റൻസ് കൊടുക്കാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ മെമ്മറി റീറ്റെയിൻ ചെയ്യേണ്ട ആപ്ലിക്കേഷൻസുകളിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് കപ്പാസിറ്ററാണ് സൂപ്പർ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇതിൽ മൈക്രോ അല്ലെങ്കിൽ പിക്കോ ഫാരഡ് തുടങ്ങിയ വാല്യൂസ് അല്ലാതെ തന്നെ ഫാരഡ് റേഞ്ചിൽ ഉള്ള വാല്യൂസ് ആണ് ഈ ടൈപ്പ് കപ്പാസിറ്ററുകൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നത്. Super capacitors with capacitance levels of a farad or more are now becoming more commonplace. These super capacitors are generally used for applications like memory hold-up. മെമ്മറി ഹോൾഡപ്പ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസുകളിലാണ് സാധാരണ സൂപ്പർ കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നത്. സോ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് ആൻഡ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഈ ഒരു മോഡ്യൂളിലെ ആദ്യത്തെ ടോപ്പിക്കിൽ കവർ ചെയ്യേണ്ട സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് ആൻഡ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ്.